ഇത് കണ്ട, ഇത് ഇന്നത്തെ വിളവെടുപ്പാണ്. അപ്പോൾ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാന്തായിട്ട് ഉണ്ടായിക്കോളും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വളം മാത്രം ഉപയോഗിച്ചിട്ടാണ്. വേറെ വളമോ വെള്ളമോ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മത്സ്യങ്ങളെ വെള്ളത്തിൽ വളർത്തുന്നു, അതിലൂടെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മത്സ്യങ്ങളെയും കിട്ടും, പച്ചക്കറിയും കിട്ടും. മത്സ്യങ്ങളെ ഭക്ഷിക്കാത്തവർക്ക് വർണ്ണ മത്സ്യങ്ങളെ വളർത്തി അവരുടെ ഭംഗി ആസ്വദിച്ച് ഇതേപോലെ പച്ചക്കറി വിളവെടുക്കാൻ സാധിക്കുമ്പോൾ വലിയൊരു സന്തോഷമല്ല അത്. ഇവിടെ ഒരു ഭാഗത്ത് മത്സ്യങ്ങൾ നീന്തി തുടിച്ച് കളിക്കുന്നു, അവരുടെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ പച്ചക്കറികൾ വിളവെടുക്കുമ്പോൾ അത് തിന്നുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അതിനൊരു അക്വാപോണിക് സിസ്റ്റം മുറ്റത്ത് തന്നെ ഉണ്ടാക്കുക. മുറ്റത്തുണ്ടാക്കിയാൽ ഒരു കുഴപ്പമൊന്നുമില്ല. സ്മെല്ല് വരുന്നുള്ളതൊക്കെയാണ് പലരും എന്തായാലും ഒരു കുഴപ്പമില്ല. എത്രയോ വർഷമായിട്ട് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, അതും അടുക്കളുടെ ഭാഗത്താണ് ഉള്ളത്. സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓടിപ്പോയില്ലേ. അതുപോലെ ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ട്. അവരൊന്നും യാതൊരു ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ദുർഗന്ധമോ ഒന്നും ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്നവർക്ക് പൊതുവെ ഇവിടുത്തെ ദുർഗന്ധമൊന്നും മനസ്സിലായില്ലെങ്കിൽ വരുന്നവർക്കെങ്കിലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും നമുക്കിവിടെ കാണുന്നില്ല. അതുകൊണ്ടുള്ള ഗുണം ഇതൊക്കെയാണ്. നമുക്ക് ധാരാളം മത്സ്യങ്ങൾ കിട്ടും, ഒരുപാട് പച്ചക്കറികൾ ഇതേപോലെ നമുക്ക് പറിക്കാൻ കിട്ടും. ഇത് മാത്രമല്ല, ഇപ്പോൾ തക്കാളി തൈകളൊക്കെ നമ്മളിത് കണ്ടില്ല, ഇതിൽ നമ്മൾ തക്കാളി തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ആയിക്കോളും. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല, ഞങ്ങൾ തക്കാളി വെള്ളം എടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ ഇതേപോലെ വെച്ചിട്ടുള്ളതാണ്. വെറുതെ തൈകൾ വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാവും. നമുക്ക് കണ്ട, ഇനിയും ബാക്കിയാണ്, ഒരുപാടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 3 മാസത്തിനുള്ളിലായിട്ട് നമുക്ക് ധാരാളം പച്ചക്കറികൾ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഇന്ന് രാവിലെ തൊടിയിലിറങ്ങിയപ്പോൾ കിട്ടുന്നതാണ് ഇതൊക്കെ. എന്തൊരു രസമാണെന്നറിയാം. എങ്ങനെ കാഴ്ച കണ്ട് ഇരിക്കുന്നത് കാണാനൊക്കെ വളരെ ഒരു സുഖമുള്ളൊരു കാഴ്ചയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആ വിളവ് നമ്മൾ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് വലിയ പണിയൊന്നുമുള്ളതല്ല. നമ്മുടെ മുറ്റത്തൊരു ടാങ്ക് ഉണ്ടാക്കുക. ടാങ്ക് ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സംഗീതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലൊരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ഗ്രോ ബെഡിൽ മണ്ണ് പാടില്ല, കല്ലുകൾ, കോൺക്രീറ്റ് മെറ്റൽ, ജെല്ലി ഒക്കെ നിറച്ചിട്ട് നമുക്ക് ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു പ്രാവശ്യം ആദ്യത്തെ ഒരു കുറച്ച് മെനക്കെടും, കുറച്ച് ചെടികൾക്ക് വളർച്ച കുറവൊക്കെ കാണിക്കാമെങ്കിലും തുടക്കത്തിൽ മാത്രം. കാലക്രമേണ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ വെച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും ചിലവ് എന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. മത്സ്യങ്ങൾക്ക് നല്ല തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മത്സ്യങ്ങൾ കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇഷ്ടം പോലെ ഇതേപോലെ പച്ചക്കറികൾ നമുക്ക് പറിക്കാൻ സാധിക്കും. അത് പറിക്കുമ്പോഴൊരു സന്തോഷം, അത് മേലെ കയറിയിട്ടായാലും എവിടെ കയറിയിട്ടായാലും ഒന്നും പറിക്കുമ്പോൾ ഉണ്ടല്ല, മനസ്സിനൊരു സമാധാനം കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അതിന് മുറ്റത്തൊരു അക്വാപോണിക്സ് തന്നെ വേണം.